പിന്നെ ഞാൻ കാണുന്നത് ഇങ്ങനെ ബോഡി കിടന്ന് വിറയ്ക്കുകയും വായിൽ നുരയും അതുപോലത്തെ സാധനങ്ങൾ പുറത്ത് വരികയും ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നാച്ചുറലായിട്ടുള്ള സംഭവമല്ല, മറ്റെന്തോ ആണ്. പ്രാവശ്യം ഇങ്ങനെ കുറച്ചൊന്ന് പൊങ്ങി താഴേക്ക് വീണു, ഒന്ന് പൊങ്ങി താഴേക്ക് വീണു, 3 പ്രാവശ്യം. ഓരോ പ്രാവശ്യം എണീക്കുമ്പോഴുള്ള വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ എന്തോ ഇറങ്ങിപ്പോയി. അവരുടെ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് ബീഡിയുടെ സ്മെല്ല് വരും. ആ റൂമിൽ എന്ന് പറഞ്ഞാൽ 23 വയസ്സായ അവരുടെ മകളാണ് കിടക്കുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെ ബ്ലോക്ക് ചെയ്യാൻ എനർജി കൊണ്ട് നമുക്ക് സാധിക്കും. ഇപ്പം അനിൽ എന്നൊരു വ്യക്തി, അദ്ദേഹം ദുബായിലാണ്. അദ്ദേഹത്തിന് ഒരു വയറുവേദന ഉണ്ടെന്നിരിക്കട്ടെ. നമുക്ക് ജസ്റ്റ് അനിൽ എന്ന വ്യക്തി ആ വയറുവേദനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ജസ്റ്റ് ചിന്തിച്ച് അവരിലേക്ക് എനർജി കൊടുക്കാൻ സാധിക്കും. ആ വയറുവേദന മാറുമെന്നാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റേക്കി ഹീലിംഗിനെ കുറിച്ചിട്ടാണ്. എനിക്കൊപ്പം ഉള്ളത് റേക്കി മാസ്റ്ററായ വിനൂപ് ജയപാൽ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ റേക്കിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ വേർഡ് ഭയങ്കര ഫെമിലിയർ ആണെങ്കിലും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയില്ല എന്താണ് ഈ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്താണ് റേക്കി ഹീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. റേക്കി എന്ന് പറയുന്നത് ഒരു എനർജി ഹീലിംഗ് ആണ്. ഒരു ജാപ്പനീസ് പദമാണ് റേക്കി എന്ന് പറയുന്നത്. റേ എന്നും കി എന്ന 2 പദങ്ങളാണ്. റേ എന്നാൽ യൂണിവേഴ്സൽ, കി എന്നാൽ ലൈഫ് ഫോഴ്സ് എനർജി. അപ്പോൾ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ജീവശക്തി അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ, അതാണ് റേക്കി എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് അത് ഒരു ഹീലിംഗ് തെറാപ്പി ആയിട്ട് മാറുന്നത്? ഈ റേക്കി ഈ എനർജി കൊണ്ട് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്? ബേസിക്കലി എല്ലാം എനർജി ആണല്ലോ. ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ളത് ഒരു എനർജിയാണ്. ആ എനർജി പോകുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ എനർജി എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നോ അപ്പം നമ്മൾ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തും അല്ലേ. അപ്പം ആ ഒരു എനർജിയെ നമുക്ക് എക്സ്റ്റേണലായിട്ട് കൊടുക്കാൻ സാധിക്കും. ആ എനർജിയാണ് റേക്കി എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒരുപാട് തരത്തിലുള്ള എനർജി ഉണ്ട്. കോസ്മിക് എനർജിയുടെ ഭാഗങ്ങളായിട്ട് പല തരത്തിലുള്ള എനർജി ഉണ്ട്. അപ്പോൾ അതിനെ കോമൺലി എല്ലാവരും പറയുന്നത് എനർജി ഹീലിംഗ് എന്നാണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമായിട്ടുള്ളത് റേക്കിയാണ്. പിന്നെ പ്രാണി ഹീലിംഗ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എനർജി ഉണ്ട്. ഓക്കെ, അതിലൊരു ഡിവിഷനാണ് റേക്കി ഹീലിംഗ്. കോസ്മിക് എനർജിയുടെ ഒരു പാർട്ട്, ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയാണ് റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു റേക്കി എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് പദമാണ്. സോ ഈ റേക്കി ഹീലിംഗിന്റെ ഒറിജിൻ പറയുന്നത് ജപ്പാനിലാണോ? ശരിക്കും ഇത് റീഡിസ്കവർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അത് 1880 കാലഘട്ടത്തിൽ മിക്കാവ് ഉസി എന്ന് പറഞ്ഞൊരു മാസ്റ്റർ, അദ്ദേഹം 21 ദിവസം ധ്യാനത്തിലിരുന്ന് ഈ ഊർജ്ജത്തെ പിന്നെ വീണ്ടും റീഡിസ്കവർ ചെയ്ത് പിന്നെ മനുഷ്യരാശിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പം അതിനു മുമ്പ് ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് പറയുന്നത് ആയിരിക്കണം. അത് പിന്നെ ഒരുപാട് വലിയ വലിയ മാസ്റ്റേഴ്സ് ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു കാലഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഇത് നശിച്ചു പോയി. അപ്പോൾ ഈ ഉസി മാസ്റ്ററിനടുത്ത് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചത്രേ, ഇങ്ങനെ ഒരു ഊർജ്ജമുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത്തരത്തിലൊരു ഊർജ്ജം വെച്ചിട്ട് ചികിത്സകളുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അറിയാം, കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അന്വേഷിച്ച് എത്രയോ വർഷം അതിൻ്റെ പുറകെ നടന്ന് അവസാനം ഭാരതത്തിൽ വന്ന് ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് അതിനെക്കുറിച്ച് എങ്ങനെയാണിത് റീഡിസ്കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ആ ധ്യാനത്തിലിരുന്നു. ആ ധ്യാനത്തിൻ്റെ അവസാനം അദ്ദേഹത്തിന് ആ എനർജി പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്തു നിന്ന് ആ എനർജി വന്ന് അദ്ദേഹത്തെ സെൽഫ് ഇനിഷ്യേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന റേക്കി ആയിട്ട് മാറുന്നത്. അപ്പം പൊതുവേ റേക്കി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒറിജിൻ ജപ്പാൻ എന്നുള്ള രീതിയിൽ മുതലേ നമ്മൾ പറയാറുള്ളൂ. ബട്ട് അതിന് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ലീന വിശ്വ അങ്ങയുടെ ശിഷ്യയാണ്. നമ്മൾ മുൻപ് വീഡിയോ എടുത്തിട്ടുണ്ട്. ലീന വിശ്വയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാരാണ്? ദൈവങ്ങളുടെ ചിത്രങ്ങളല്ല അത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ഹീലിംഗ് നടത്തുന്ന സ്ഥലത്താണ് ചിത്രങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ആരുടെ ചിത്രങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ? ഇത്തരം ചിത്രങ്ങൾ കൂടുതൽ നമ്മുടെ മാസ്റ്റേഴ്സ് എന്ന് പറയും. നമുക്കൊരു ലീനേജ് ഉണ്ടാവും, ഒരു പരമ്പര, ഗുരു പരമ്പര എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഉസി മാസ്റ്റർ എന്ന് പറഞ്ഞല്ലോ. ഉസി മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്ററാണ്. ഉസി മാസ്റ്ററാണ് നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് പറയുന്നത്. അദ്ദേഹം അത് ഹയാഷി എന്ന മാസ്റ്ററിലേക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഹയാഷി മാസ്റ്ററാണ് ലോകത്ത് ആദ്യമായിട്ട് റേക്കിയുടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് 1900 ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു നേവൽ ഓഫീസറായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് അദ്ദേഹം റേക്കി ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത്. ആ ഹോസ്പിറ്റലിലേക്ക് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു മാഡമാണ് ഹവായ ടക്കാത്ത എന്ന് പറയുന്നൊരു മാഡം. അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസുഖം ഈ ക്ലിനിക്കിൽ വന്ന് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മാറ്റം വന്നു. അങ്ങനെ അടുത്ത തലമുറ എന്ന് പറയുന്നത് ഈ തക്കാത്ത മാഡത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തക്കാത്ത മാഡം മാസ്റ്റർ ടീച്ചർ ആവുകയും അദ്ദേഹത്തിൽ നിന്ന് ഏതാണ്ട്
ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ 22 ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ് ലോകം മുഴുവൻ കറങ്ങി നടന്ന് നമ്മളെ പോലുള്ളവർക്ക് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അങ്ങനെയാണ് ആ പരമ്പരയാണ്, ആ ഫോട്ടോസ് ആണ് നിങ്ങൾ കണ്ടത്. ഉസി മാസ്റ്ററിന്റെയും ഹയാഷി മാസ്റ്ററിന്റെയും. അപ്പോൾ ഇത് ആരാധിക്കുക എന്ന് പറയുന്നത് ഈ ഗുരുക്കന്മാരെ ആയിരിക്കാം. ആരാധനയല്ല, റെസ്പെക്റ്റ് ആണ്. നമ്മൾ അവരോട് ഒരു നന്ദി പ്രകടനമാണ്. ഇപ്പൊ റേക്കിയിലെല്ലാം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ നമ്മുടെ പ്രയർ എന്ന് പോലും നമ്മൾ പറയാറില്ല, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. അപ്പൊ റേക്കിയിലെല്ലാം നന്ദിയാണ്, ആ നന്ദി സൂചകമാണ്. എല്ലാത്തിനോടും നന്ദിയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു അങ്ങ് 24-ാമത്തെ വയസ്സ് മുതൽ റേക്കി പ്രാക്ടീസ് ചെയ്യുന്നത് ചെറിയൊരു പ്രായമാണ്. എങ്ങനെയാണ് ഈ റേക്കി ഹീലിംഗിലേക്ക് കടന്നു വരുന്നത്? അതിന് എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര നിർഭാഗ്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാര്യം ബാക്ക് ഇഷ്യൂ ആയിട്ട് ഞാൻ കിടപ്പിലായിപ്പോൾ ഒരു ബാക്ക് പെയിൻ ആയിട്ട് ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഇവൻ കിടപ്പിലായിരുന്നു ഇടയ്ക്ക് കുറച്ച് കാലം. ഞാൻ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അതിലൊന്നും എനിക്ക് ഫലം കിട്ടാതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു റേക്കിയും ടീച്ചറിനെ കാണാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് നമുക്ക് വാട്ടർ എനർജൈസ് ചെയ്യാൻ പറ്റും, എനർജൈസ് ചെയ്ത് തന്നു. അത് കുടിച്ച് എനിക്ക് നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ റേക്കിയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ ലൈഫിൽ നല്ല മാറ്റങ്ങളുണ്ടായി. ഞാനൊരു IT പ്രൊഫഷണലായിരുന്നു, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി. അങ്ങനെയാണ് ഞാൻ റേക്കി പഠിക്കുന്നത്. റേക്കി പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചു. പിന്നെ ആളുകൾക്ക് ഞാൻ ചികിത്സ കൊടുത്തപ്പോൾ നല്ല റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങി. പിന്നെ IT ഫീൽഡ് വിട്ട് റേക്കിയിലേക്ക് ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതിനൊക്കെ മാറി ഇപ്പോൾ ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഒരു 5 വർഷമായിട്ട് ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റേക്കി ഹീലിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൈകൊണ്ടാണ് നമ്മൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഒരുപാട് തരത്തിലുള്ള റേക്കി ഹീലിങ്സ് ഇല്ലേ, അതെങ്ങനെയാണ്? ശരിക്കും ഇന്ന് നമുക്ക് ലോകത്ത് പലതരത്തിലുള്ള റേക്കി തന്നെയുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഉസി റേക്കി ഉണ്ട്. ഇപ്പം ഞാൻ ഉസി റേക്കിയുടെ മാസ്റ്റർ ടീച്ചറാണ്. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് പലതരത്തിലുള്ള റേക്കി ഉണ്ട്. കരുണ റേക്കി, കുണ്ടലിനി റേക്കി, മണി റേക്കി, പെറ്റ് റേക്കി, അനിമൽ റേക്കി, ഡ്രാഗൺ റേക്കി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റേക്കി അവൈലബിൾ ആണ്. പല മാസ്റ്റേഴ്സ് ഇന്ന് വന്നിട്ടുള്ളതാണ്. ഇതൊന്നും റേക്കിയായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ റേക്കിയുമായി അടുത്ത് നിൽക്കുന്നത് ഹുസി റേക്കിയാണ്. ഈ ഞാൻ പറഞ്ഞ ഈ ഉസി റേക്കിയാണ് ഒറിജിനൽ റേക്കി എന്നോ ട്രഡീഷണൽ റേക്കി എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്നാണ് ആ പദം മാത്രമേ എടുത്തിട്ടുള്ളൂ. യൂണിവേഴ്സൽ ലൈഫ് ഓഫ് എനർജി എന്ന അർത്ഥം മാത്രമാണ് അവർ മറ്റുള്ളവർ കടമെടുത്തിരിക്കുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം കരുണ റേക്കി അത് ഒബ്വിയസ്ലി കമ്പാഷനെ ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ കുണ്ടലിനി റേക്കി എന്ന് പറഞ്ഞ റേക്കി ഉണ്ട്, അത് ഒബ്വിയസ്ലി കുണ്ടലിനിയെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മണി റേക്കി എന്ന് പറഞ്ഞ റേക്കി ഉണ്ട്, അത് മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഹുസി റേക്കിയാണ്. പിന്നെ മണി റേക്കിയുടെ ഗ്രാൻഡ് മാസ്റ്ററാണ്. ഇത് രണ്ടുമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ഹുസി റേക്കി ലൈക്ക് പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണ്? ഓക്കെ, ഇതിന്റെ പഠനമാണോ, ഇതെങ്ങനെ പഠിക്കാം? അല്ല, എങ്ങനെയാണ് അത്, അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. നമ്മളൊരു ക്ലയന്റ് വന്ന് റേക്കിക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല, തെറാപ്പി നമുക്ക് പറയാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ആ വ്യക്തിയെ ഏറ്റവും സ്വസ്ഥമായിട്ട് ഇരുത്തുകയോ കിടത്തുകയാകാം, കണ്ണടച്ച് കിടക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോസസ്സുണ്ട്. ഈ റേക്കിയെ നമ്മൾ ഇൻവോക്ക് ചെയ്യാമെന്നാണ് പറയുക, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാമെന്നാണ് പറയുന്നത്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പർട്ടിക്കുലർ പോയിന്റ്സ്, അതിൽ പ്രധാനമായിട്ടുള്ള ചക്രങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ചക്രാസ്. ഈ ചക്രാസിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഹീലിംഗ് കൊടുക്കാറ്. ഓരോ ചക്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അവൻ്റെ ശരീരത്തിൽ ഈ 7 ചക്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ചക്രങ്ങളിലെ താളപ്പിഴകളാണ് ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഈ ഓരോ ചക്രങ്ങളിലേക്ക് ഹീലിംഗ് കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യുക, ഹീൽ ചെയ്യുക, എനർജൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇത് നമുക്ക് കയ്യിലൂടെയാണ് ചെയ്യാൻ സാധിക്കുക. നമ്മുടെ കൈ പത്തിയിലൂടെയാണ് നമുക്ക് റേക്കി ഒഴുക്കാൻ സാധിക്കുക. എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി ഒരു ടൈം സ്പേസ് ബാരിയർ ഇല്ലാത്തൊരു സംഭവമായതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യാൻ സാധിക്കും. ഫോണൊന്നും വേണ്ട. എനർജി ഫോളോസ് തോട്ട്. ഇന്റൻഷൻ ഈസ് ദ കീ. മനസ്സിലായോ? അതിന് ഫോണോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾക്ക് ഇപ്പം അനിൽ എന്നൊരു വ്യക്തി, അദ്ദേഹം ദുബായിലാണ്. അദ്ദേഹത്തിന് ഒരു വയറുവേദന ഉണ്ടെന്നിരിക്കട്ടെ. നമുക്ക് ജസ്റ്റ് അനിൽ എന്ന വ്യക്തി ആ വയറുവേദനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുണ്ട് ജസ്റ്റ് ചിന്തിച്ച് അവരിലേക്ക് എനർജി കൊടുക്കാൻ സാധിക്കും. ആ വയറുവേദന മാറുമെന്നാണ്. ഓക്കെ, വിശ്വസിക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ മേ ബി ഇതെൻ്റെ അനുഭവമാണ്. ഞാനൊരു 18 വർഷമായിട്ട് ഇത് ചെയ്യുന്നതാണ്. നമുക്ക് ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ അതിനെ ചോദ്യം ചെയ്തതല്ല, പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ഒരു ആശ്ചര്യം. കാരണം ഇപ്പൊ നമ്മൾ അടുത്ത് വരുന്ന സമയത്ത് നമ്മളത് മാറ്റുക എന്ന് പറയുമ്പോൾ അത് ഓക്കെയാണ്, പക്ഷെ ഇത്രയും ഡിസ്റ്റൻറ്റിൽ ഇരുന്ന് അത് ചെയ്യാന്ന് പറയുമ്പോൾ പറ്റും. തീർച്ചയായിട്ടും അതിന് എനർജിക്ക് ടൈം സ്പേസ് ബാറ്റർ ഇല്ല. അങ്ങനെ തെറാപ്പി ചെയ്ത് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു 99% ഹീലിങ്സും
ഡിസ്റ്റന്റ് ഹീലിംഗ് ആണ്. ഡിസ്റ്റന്റ് ഹീലിംഗ് ആണ് ചെയ്യുന്നത്. അതിന് എഫക്ട് കുറവായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് അങ്ങനെയൊന്നുമില്ല. ഈക്വലി എഫക്റ്റീവ് ആണ്. ലോകത്ത് എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് ലോകത്ത് ആർക്ക് വേണം നമുക്ക് എന്തിലേക്ക് വേണം നമുക്ക് എനർജി കൊടുക്കാൻ പറ്റും. നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ഹീലിംഗ്, ഫിസിക്കലോ മെന്റലോ ഇമോഷണൽ ഹീലിംഗ് എന്ന് മാത്രമല്ല, നമുക്കൊരു ഇപ്പോൾ നമ്മൾ പല കാര്യത്തിനും, ഇപ്പോൾ ജോലി കിട്ടാനാണെങ്കിൽ അങ്ങനെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് അവരുടെ ലൈഫിലുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനെ മാറ്റാൻ, അങ്ങനെ എന്ത് റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് ഇതിനൊക്കെ നമുക്ക് റേക്കി ഉപയോഗിക്കാം. ഓക്കെ. ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ കൂടുതലായി ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാവാറുണ്ട്? പലരും പല രീതിയിലാണ്. ചിലർക്ക് ഫിസിക്കൽ ഹീലിംഗ് ആയിരിക്കും വേണ്ടുന്നത്. കൂടുതൽ ആളുകൾക്കും മാനസികമായിട്ടുള്ള ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെയാണ് കൂടുതലും ഇന്നത്തെ കാലഘട്ടത്തിൽ. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നത് സാമ്പത്തിക വിഷയമാണ്. അപ്പം ഇതിനെല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഹെൽപ്പ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, റേക്കി പഠിച്ച് കൃത്യമായിട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ ഇത് നിങ്ങളെ തൊടുകയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജോലിഭാരം മൂലം മരിക്കുന്ന ഒരു സംഭവം. മേ ബി ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത്രയും വലിയ സ്ട്രെസ്സുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണോ? ഉറപ്പായിട്ടും പറ്റും. കാര്യം നമ്മൾ ഇത്രയും വർഷമായിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഇത് കൊടുത്ത് അവർക്ക് അത്രയും നല്ല റിസൾട്ട്സ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറ്റും. കുറച്ച് നേരം അവർ ഇരുന്ന് അല്ലെങ്കിൽ ഒന്ന് കിടന്ന് ഇരുന്നാൽ ആ തെറാപ്പി കഴിഞ്ഞ് തിരിച്ചെണീച്ച് വരുന്ന വ്യക്തി പഴയ വ്യക്തി ആയിരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് മാനസികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നിരിക്കട്ടെ, ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വരികയാണ്, എനിക്ക് ഇങ്ങനെ ഒരു തെറാപ്പി എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് എനിക്ക് എത്ര വട്ടം ഞാൻ എടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ എത്ര സമയം അത് കൺസ്യൂം ചെയ്യും? ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യും എത്രയാണ് നിങ്ങളുടെ വിഷയം എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ വിഷയങ്ങളാണെങ്കിൽ നമുക്കൊരു 4-5 സെഷൻ മതിയായിരിക്കും. അല്ല, പൊതുവേ നമ്മൾ പറയുന്ന ഒരു 21 ഡേയ്സിൻ്റെ സെഷനാണ്. റേക്കിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ഡേയ്സ് ആണ്. റേക്കിൽ പൊതുവേ ഒരു 21 എന്ന നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, നമ്മളിപ്പം റേക്കി പഠിച്ചു കഴിഞ്ഞാൽ 21 ദിവസത്തെ കണ്ടിന്യൂസ് പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഹീലിംഗ് വരുമ്പോഴും നമ്മൾ പറയും 21 ഡേയ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വേണം എന്ന് പറയാറുണ്ട്. യൂഷ്വലി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ റേക്കി ഹീലിങ്ങിന് വരുന്ന ആൾക്കാർ അവരെടുക്കേണ്ട എന്തെങ്കിലും പ്രിക്കോഷൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഈ നമ്മൾ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാംസാഹാരങ്ങൾ കഴിക്കരുത്, അതല്ലെങ്കിൽ കൃത്യമായി അവർ ചെയ്യേണ്ട ഒരു ചര്യ ഉണ്ടായിരിക്കും അവർക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാറില്ല. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ്, സറണ്ടർ ആയിരിക്കുക എന്നുള്ളതാണ്. ഓപ്പൺ ആയൊരു വ്യക്തിയിലേക്ക് മാത്രമേ നമുക്ക് എനർജി കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാര്യം ഒരു ഹീലറിനെ പോലെ അതുപോലെ പാർട്ട്ണർഷിപ്പ് അർഹിക്കുന്ന ഒരാളാണ് ഹീലിംഗ് ക്ലയൻറ്റും. ഓക്കെ, ആ വ്യക്തി വളരെ ഓപ്പൺ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ചികിത്സ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, പിന്നെ അവർ എന്ത് കഴിക്കുന്നോ അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ പറയുന്നത് വെച്ചാൽ നോൺ വെജ് ഇപ്പം റേക്കി ചെയ്യുന്നവർ നോൺ വെജ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ നോൺ വെജ് കഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ എനർജി ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? കാര്യം ഇന്ന് നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയില്ല. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇതിനെന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇതൊരു പ്യുവർ ആയിട്ടുള്ളൊരു എനർജിയാണ്. റേക്കി എന്ന് പറഞ്ഞൊരു പ്യുവർ ആയിട്ടൊരു എനർജിയാണ്. ഈ എനർജി ശരീരത്തിൽ കയറി ശരീരത്തെ കൊണ്ട് തന്നെ ശരീരത്തെ ഹീൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ആഫ്റ്റർ എഫക്ട്സോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ റേക്കി ചെയ്യാൻ തയ്യാറാണ്, ഓപ്പണായി ഇരുന്ന് തരാൻ തയ്യാറാണ് എന്നിരിക്കെ ഇപ്പം കൂടുതൽ നമ്മളിത് കണ്ണടച്ചിരിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണല്ലോ വരുന്നത്. പക്ഷേ നമ്മൾ ഈ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ADHD പോലെയുള്ള അസുഖങ്ങളുള്ളവരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരാണ്. അതെന്ന് വെച്ചാൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി, നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുക. അതല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിരുന്നാൽ തന്നെ ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്നൊരു സാഹചര്യം, നമുക്ക് അത്ര ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്നത് പാടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നാലും ഈ റേക്കി ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും, അതൊരു വിഷയമല്ല. ആ വ്യക്തി കണ്ണടച്ചിരിക്കണമെന്ന് മാത്രം, ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇരിക്കണമെന്ന് മാത്രം. കണ്ണടച്ചിരിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവാം, അതൊരു വിഷയമല്ല. നമുക്ക് കുറച്ച് നേരം ഹീലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അവരൊരു പാസീവ് അവസ്ഥയിലേക്ക് പോകും, ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് പൊക്കോളും. അവരുടെ ആ ക്രിട്ടിക്കൽ മൈൻഡ് പതുക്കെ അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ ചാറ്റർ മൈൻഡ് ഉണ്ടല്ലോ, അത് പതുക്കെ അങ്ങ് ഡിസോൾവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്തോളം ആലോചിച്ചിട്ടും കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആയി പോകും എന്നുള്ളതാണ്. അതെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തനിയെ നമ്മൾ എത്രയൊക്കെ ചിന്തകളുണ്ടെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ റേക്കി കിട്ടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവും. ഇതിന് ആദ്യത്തെ പ്രകടമായ ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് റേക്കി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആവും, ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആവും. അതുകൊണ്ടാണ് നമ്മൾ റേക്കി ചെയ്യുന്ന മിക്കവാറും കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവരങ്ങ് ഉറങ്ങിപ്പോകും. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റേക്കിയുടെ എനർജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും, ഉറങ്ങുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പാസ് ആവുന്നതാണോ?
ഇത് സബ് കോൺഷ്യസ് മൈൻഡും എന്നുള്ളതിനേക്കാളും നമ്മുടെ ബോഡിയിൽ റിപ്പയറിങ് നടക്കുന്നത് എപ്പോഴാണ്? റെസ്റ്റ് എടുക്കുമ്പോഴാണ്. ഹീലിംഗ് നടക്കുന്നപ്പോഴാണ്, റെസ്റ്റ് എടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല റെസ്റ്റ് ഉറക്കമാണ്. ഓക്കെ, അപ്പോൾ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഒരാളെ ഹീൽ ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഹീലിംഗ് കൊടുത്ത് അവരെ ഒന്ന് ഉറക്കാനാണ് ആദ്യം നോക്കുക. കുറച്ച് നേരം അവരിലേക്ക് എനർജി കൊടുക്കുമ്പോഴത്തേക്ക് അവർ മയക്കത്തിലേക്ക് പോകും. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ക്രിട്ടിക്കൽ മൈൻഡ് ഭയങ്കരമായിട്ടങ്ങ് ഡൗൺ ആവും. ഒരു വളരെ ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ റിസപ്റ്റീവ് ആകും എന്ന് വേണമെങ്കിൽ പറയാം. വളരെ റിസപ്റ്റീവ് ആകും. പിന്നെ അതുപോലെ തന്നെ ഹീലിംഗ് ഫാസ്റ്റ് ആകും ഒരാൾ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർക്കും നമ്മളറിയാതെ നമുക്ക് റേക്കി ഹീലിംഗ് കൊടുക്കാറുണ്ട് അവർ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ചില ആൾക്കാർ ഹീലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പിന്നെ അവരറിയാതെ ചിലപ്പോൾ മദ്യപാനം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അവരിതൊന്നും സമ്മതിക്കത്തില്ല, എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി ഇത് വേണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ നേരിട്ട് പറയാം, അവരറിയണ്ട, അവർ ഉറങ്ങുമല്ലോ, ഉറങ്ങുന്ന സമയത്ത് ഒന്നുകിൽ ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ വെളുപ്പിന് വേണ്ട ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യും. അവർ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നതിലാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഇപ്പോൾ താങ്കളെ പഠിപ്പിച്ചാൽ താങ്കൾ പിന്നെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ആ സമൂഹത്തിനും താങ്കളൊരു അസറ്റായി മാറുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ആളുകളെ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ കീഴിൽ ഒരുപാട് ട്രെയിൻഡ് ഹീലേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽ ഹീലേഴ്സ് ഉണ്ട്, മാസ്റ്റർ ഹീലേഴ്സ് ഉണ്ട്. അവരാണ് ഒരുപാട് ഹീലിംഗ് റിക്വസ്റ്റ് വരാറുണ്ട്. അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ എൻ്റെ നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഹീലേഴ്സ് ഉണ്ട്, അവരാണ് ചെയ്യുന്നത്. നല്ല റിസൾട്ട്സും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ക്രിട്ടിക്കൽ മൈൻഡ്, ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും, ഓക്കെ ഇയാൾ കുറേ പറയുന്നുണ്ട് റേക്കിനെ കുറിച്ചിട്ട്, ഇത് നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നവരുണ്ടാകും. അത്തരത്തിലുള്ള ആൾക്കാരിൽ ഇത് വർക്ക് ചെയ്യും? വർക്ക് ചെയ്യും. അവർ ഓപ്പൺ ആണെങ്കിൽ വർക്ക് ചെയ്യും. ക്രിട്ടിക്കൽ മൈൻഡ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇത് എന്താണ് ഇയാൾ ചെയ്യുന്നത്? ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നവർക്ക് അറിയില്ല ഇതെന്താണെന്നുള്ളത്. പക്ഷെ കുറച്ച് നേരം അവർ കണ്ണടച്ചൊന്നിരിക്കാൻ അവർ പിന്നെ റെഡി ആണെങ്കിൽ അവർക്ക് തന്നെ അത് അറിയാൻ പറ്റും. ആ വ്യത്യാസം വന്നിരുന്ന ആളല്ല എണീച്ച് പോകുന്നത്. ഒരു സുഖം, ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ അത് എനിക്കത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇരിക്കുവാണെങ്കിൽ പക്ഷെ നടക്കില്ല. എനർജി അങ്ങനെയാണ്, നമുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിലേക്ക് നമുക്ക് ഒരിക്കലും എനർജി കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഈ റേക്കി ഹീലിംഗുമായി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ ഈ നെഗറ്റീവ് എനർജിയെ കുറിച്ച് ഉള്ള നെഗറ്റീവ് എനർജിയെ മാറ്റാൻ റേക്കിക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന തരത്തിൽ ഞാൻ കണ്ടു. അത് സത്യമാണോ? ഇവിടെ പോസിറ്റീവ് എനർജീസ് ഉള്ളതുപോലെ നെഗറ്റീവ് എനർജീസും ഉണ്ട്. നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അത്തരം നെഗറ്റീവ് എനർജീസ് മനുഷ്യരെ ബാധിച്ചേക്കാം. ഓക്കെ, അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് റേക്കി കൊണ്ട് സാധ്യമാണ്. കാര്യം റേക്കിയുടെ തന്നെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എനിക്കൊരു നെഗറ്റീവ് എനർജി വരുന്നതിൽ നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു കവചം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും നല്ല രീതിയിൽ. അപ്പോൾ ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ അതിൽ വന്ന 2 പേര് പറഞ്ഞൊരു കാര്യമാണ്, അവരുടെ റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് ബീഡിയുടെ സ്മെല്ല് വരും. ആ റൂമിൽ എന്ന് പറഞ്ഞാൽ 23 വയസ്സായ പിന്നെ അവരുടെ മകളാണ് കിടക്കുന്നത്. ഓക്കെ, ആൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ അമ്മ വന്ന് ചോദിച്ചു, നീ ബീഡി വലിക്കുമെന്ന്. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് എവിടുന്ന ഈ സ്മെല്ല് അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം റേക്കി പഠിച്ചാൽ പ്രൊട്ടക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ 1 മാസമായിട്ട് ആ സ്മെല്ല് വരുന്നില്ല. 2 പേര് ഇന്നലെ വന്ന 2 പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെ ബ്ലോക്ക് ചെയ്യാൻ എനർജി കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ നെഗറ്റീവ് എനർജി പോസസ്ഡ് ആവുക എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. നമുക്കത് തള്ളിപ്പറയാൻ പറ്റാത്തൊരു സ്റ്റേറ്റ് ആണ്. അങ്ങനത്തെ ഒരുപാട് പേര് അങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പൊസസ്ഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് എങ്ങനെയാണ് അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും? എനർജി വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് അതിൻ്റെതായ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴി നമുക്ക് കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 2008 ഗുരുവായൂർ വെച്ച് ഞാനൊരു കേസ് ചെയ്തു. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം ലൈഫിൽ പല തരത്തിലുള്ള സ്ട്രഗിളിലൂടെ പോകുന്ന അസുഖം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള അസുഖം, പല തരത്തിലുള്ള അസുഖങ്ങളാണ്. അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ സാമ്പത്തിക പ്രശ്നം എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രശ്നം, ജോലിയില്ല, നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നു. അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റാണ്ട് ജസ്റ്റ് ഗുരുവായൂർ വരെ വന്ന് കല്യാണം കഴിച്ച് പോകാൻ വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനും അവിടെ ചെല്ലുന്നു, ഇദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് കടത്തി അദ്ദേഹത്തിന് ഹീലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ പല തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കാണുന്നത് ഇദ്ദേഹം ഇങ്ങനെ ബോഡി കിടന്ന് വിറയ്ക്കുകയും വായിൽ നിന്ന് നുരയും പത പോലത്തെ സാധനങ്ങളൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്തു.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നാച്ചുറലായിട്ടുള്ള സംഭവമല്ല, മറ്റെന്തോ ആണെന്നുള്ളത്. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഗുരുനാഥനെ വിളിച്ച് സംസാരിച്ചു, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് വേണ്ടുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ആ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പം ഇദ്ദേഹം കിടന്ന കിടപ്പിൽ നിന്ന് 3 പ്രാവശ്യം ഇങ്ങനെ കുറച്ചൊന്ന് പൊങ്ങി താഴേക്ക് വീണു, ഒന്ന് പൊങ്ങി താഴേക്ക് വീണു, 3 പ്രാവശ്യം പൊങ്ങി. ഓരോ പ്രാവശ്യം എണീക്കുമ്പോഴും വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഉച്ഛ്വസിക്കുന്നുണ്ടായിരുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് വീഴുന്ന പോലെ അങ്ങ് വീണു, ഫുൾ ഡീപ്പ് സ്ലീപ്പായി. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എണീക്കുന്നത്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയി എന്ന് ആൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നു. അങ്ങനെയുള്ള കേസുകൾ ഉണ്ട്, പല തരത്തിലുള്ള ഹീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.